പാർട്ടിയൊക്കെ നല്ലത്, എല്ലാവർക്കും പറയും, എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നുണ പറയരുത്, നുണ. ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എംബ്ലം എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. പറയാതെ നിങ്ങൾ തന്നെ കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് കൊടുക്കുക, കയ്യിലേക്ക് പിന്നെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു ഒന്ന് അപ്ലൈ ചെയ്യും പ്ലീസ്, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യും. ഇതിൽ മോഡിയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രധാനമന്ത്രിയുടെ ഇത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കളവ് പറഞ്ഞ് ഒരു കപട ആദർശ വേഷം കെട്ടി എന്നല്ലാതെ ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഞങ്ങൾ ഒപ്പുവെക്കാൻ പോകുന്ന കരാറിലില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചരിത്രത്തെ തന്നെ ഉഴുതുമറിക്കുന്ന, ഒരു നാടിന്റെ സംസ്കാരത്തെ തന്നെ അപകടപ്പെടുത്തുന്ന, ഭാവി തലമുറയെ ഏറ്റവും അപകടകരമായി ബാധിക്കുന്ന പ്രധാനമന്ത്രി എന്താ പിന്നെ PM ശ്രീ പോലെയുള്ള അപകടം പിടിച്ച ഒരു കരാറിൽ ഒരു ഉളുപ്പില്ലാതെ പോയിട്ട് ഒപ്പുവെച്ച് തലയും വെച്ച് കൊടുത്തു പോകുന്നവരാണ് PMAY പോലെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയാം, ഇപ്പൊ ഒപ്പ് വെക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന വീട് 1,20,000 വീട് പുതുതായിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ളതാണ്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ള വീടിന് ഒരു എംബ്ലത്തിന്റെ പേര് പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പദ്ധതികളുടെ പേര് EMS ഭവന പദ്ധതി ആരാ ആസൂത്രണം ചെയ്തത്? ഇത് ഈ പറയുന്നതിൽ പ്രധാനമന്ത്രി EMS ഭവന പദ്ധതി, ഇതിനകത്ത് നരേന്ദ്രമോദിന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ പേര് പോലും ഇല്ല. അതിനപ്പുറത്ത് പിന്നെ വേറൊരാളുടെ ഫോട്ടോ ഇല്ല. എന്നാൽ EMS ഭവന പദ്ധതി കേരളത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ഇടതുപക്ഷമാണ് ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയത്. ഈ കളവ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഉളുപ്പില്ലാതെ പറയാത്ത ഒരു വാക്ക് എടുക്കുക, എന്നിട്ട് ആ വാക്കിന്റെ പേരിൽ 2-3 ദിവസം ചർച്ച ചെയ്യുക, എന്നിട്ട് ആരുടേതായാലും, ഞാൻ വലിയ സംഭവമൊന്നുമല്ല, എനിക്കും എൻ്റെതായ ടൈം, അതിന്റെ വാല്യൂ ഒക്കെ ഉണ്ട്, എൻ്റെ സമയം മെനക്കെടുത്ത് വീണ്ടും ഒരു വിശദീകരണം വാങ്ങുക, അതിന്റെ പേരിൽ വേറൊരു സ്റ്റോറി കുക്ക് ചെയ്യുക. ഇതെന്ത് തരം ഏർപ്പാടാണ്? ഞാൻ ഒരു മുഖ്യധാര മീഡിയകളെ കുറിച്ചും പറയുന്നില്ല. പക്ഷെ എന്നാൽ ചിലര് ഇപ്പോഴും കേരളം കണ്ടിട്ട് ഏറ്റവും വൃത്തികെട്ട മാനിപ്പുലേറ്റർ ആയിട്ടുള്ള നികേഷിന്റെ പ്രേതം ഇറങ്ങി പോകാത്തതിന്റെ കുഴപ്പമാണോ റിപ്പോർട്ട് ഇരിക്കുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ വാർത്ത വന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വാർത്ത വന്നത്, അതിലാ പ്രശ്നമുള്ളൂ. ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1,00,000 ചില്ലാനം ആളുകളുടെ വീടുകൾ പുതുതായിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും അതിന്റെ പേരിൽ ഈ ആവശ്യമില്ലാത്ത കപട ആദർശം പറഞ്ഞിട്ടൊന്നും അത് തടയുന്നത് സമൂഹത്തോട് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും പദ്ധതികൾ കൊണ്ടുവരും, നമ്മളുടെ പൈസ അല്ലേ. അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്ന പരാതി എന്താ അറിയങ്ങൾ, ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് കൊടുക്കുന്ന നികുതി വിഹിതത്തിന്റെ ഒരു 60-70% പൈസയാണ് നമുക്ക് 1 രൂപക്ക് കിട്ടുന്നത്. എന്നാൽ നോർത്തിലേക്ക് പോയാൽ അത് കിട്ടുന്നത് 1-1.5 രൂപയുടെ അടുത്ത് കിട്ടുന്നു. നമുക്ക് അല്ലെങ്കിൽ തന്നെ സെൻട്രൽ വിഹിതങ്ങൾ കുറവാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ ആളുകളുടെ വയറ്റത്തടിക്കാൻ പോകുന്നത്? സ്റ്റേറ്റിന് അതിന്റെ വിഹിതം വെക്കണം. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുഴുവൻ പൈസ ഒന്നും സെൻട്രൽ ഗവൺമെന്റ് തരുന്നില്ല. ഞാനിന്ന് സെൻട്രൽ പ്രിപ്പയർ ചെയ്ത സ്പീച്ചിൽ പോലും ഞാൻ പറയുന്നുണ്ട്, 7 ലക്ഷത്തിൽ ചില്ലാനം ഒരു സാധാ വീടുണ്ടാക്കാൻ പാടില്ല, നമുക്ക് 4 ലക്ഷത്തിൽ രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതേസമയത്ത് റൂറലിൽ കൊടുത്തിരിക്കുന്നത് 36,000 വീടുകളാണ്. ഈ വീടുകൾക്ക് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കൊടുത്തിരിക്കുന്ന PMI വീട് എന്ന് മാത്രമല്ല, ആ വീടുകളിൽ എന്തുണ്ട്, എംപ്ലോയ്ഡ് എന്ന് മാത്രമല്ല, ഇത് കുടുംബശ്രീയുടെ 2004-11-2023 സർക്കുലറാണ്, ഒഫീഷ്യൽ സർക്കുലറാണ്. ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് നിർബന്ധമായും അവിടെ വീടുകളിൽ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന്. പദ്ധതി പ്രകാരം നിർമ്മിച്ച മുഴുവൻ വീടുകളിലും ഇതേ മാതൃകയിൽ അവസാന ഗഡു നൽകുന്നതിന് മുമ്പ് നൽകുന്ന ലോഗോ, ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ്. 2023 ഞങ്ങൾ നിലവിലുള്ളത്. രണ്ടാമത് ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ 1,00,000 ചില്ലാനം വീടുകൾ സർക്കാർ വെച്ചു. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത്? വളരെ കൃത്യമാണ്. പുറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ആ നിലപാട് ആരെടുത്തത്? ആരാണ് അങ്ങനെ എംബ്ലം വെക്കുന്ന നിലപാടെടുത്തത്? നിങ്ങളാണോ? ഞാൻ എടുത്തിട്ടില്ല. എന്റെ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ നേരത്തെ വന്നില്ല. എന്റെ പ്രസ്താവന റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു. ഒന്ന് റിപ്പീറ്റ് ചെയ്യ് പ്ലീസ്. ഇവിടെ നേരത്തെ റിപ്പീറ്റ് ചെയ്തു കറക്റ്റായിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ. അങ്ങനല്ലേ? വളരെ കറക്റ്റാണ്. എംബ്ലം വെക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന ആദ്യം. മിസ്റ്റർ, ആ എംബ്ലത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ കാണിച്ചതന്നെ. നിങ്ങൾ ഇന്ന് ഇതങ്ങ് നമുക്ക് നോക്കിയിട്ട് പോകാലോ. ഏതായാലും ബാക്കിയുള്ളവർ പോയാലും നമുക്ക് സംസാരിക്കാലോ. നിങ്ങൾ ഈ എംബ്ലത്തിന് പുറത്ത്, ഇത് ഞാനതിന്റെ മിനിസ്റ്ററാണ്, ഈ എംബ്ലത്തിന്റെ പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ?
ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ? ഇത് തുടരുന്നല്ല. 1,60,000 നിങ്ങൾ കൈരളിയുടെ സർക്കാർ കൊടുത്തു കഴിഞ്ഞാവണ. ഉണ്ട് ഉറപ്പുണ്ട്. ആർക്കും നിങ്ങൾ പറഞ്ഞില്ല, നാട്ടുകാർക്ക് അറിയാലോ. വളരെ കറക്റ്റാണ് നിങ്ങൾ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞു. പക്ഷേ മീഡിയകളിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ മീഡിയകളിൽ നിന്ന് പറയാൻ പാടില്ല. ചില സോഷ്യൽ മീഡിയയിലും ചില മീഡിയയിലും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മീഡിയ വണ്ണിൻ്റെ ഒരു ഓൺലൈനിലും അങ്ങനെ ഒരു വാർത്ത കണ്ടു. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് പോലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചതിനപ്പുറത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചാൽ കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണമെന്നാണ്. എംബ്ലം വെക്കുമെന്നതിൽ തെറ്റില്ലെന്ന്. ഞാൻ 2 കാര്യങ്ങളോട് ചോദിക്കാം. അതിനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഹാൻഡലുകളിൽ നിന്ന് വന്നിട്ടുള്ള കമൻസുകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ള കണക്കാണ് നിയമസഭയിൽ കൊടുത്തത്. 5 ലക്ഷം. ഈ 5 ലക്ഷം വീടുകളിൽ ഏകദേശം 1,60,000 വീടുകൾ ലൈഫ് മിഷൻ കൊടുത്തിരിക്കുന്നത് PMAYയുടെ വീടുകൾ. അങ്ങനെയല്ല പറയണത്. ഫോട്ടോ വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധന വസ്തുത ഇല്ല ഇതിനകത്ത്. ഫോട്ടോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നല്ല നോക്കി ചെക്ക് ചെയ്തു. അതിനകത്ത് അങ്ങനെ ഒരാളുടെ ഫോട്ടോ വെച്ച് ആരുടെയും അഭിമാനം കളയേണ്ടെന്നാണ്. അങ്ങനെ കളയേണ്ട കാര്യമില്ല, സത്യമാണ്. അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഫോട്ടോ ഇല്ല. EMS ഭവന പദ്ധതി എങ്ങനെ കൊടുക്കുന്നത്? ഇതിനകത്ത് എന്താണ് പ്രധാനമന്ത്രി എന്നാണ്, മുഖ്യമന്ത്രി എന്നാണ്. അതൊക്കെ ഡെസിഗ്നേഷൻ മാത്രമാണ്. അതിൽ ഒരാളുടെ പേര് കൂടെ കൂട്ടുക. അപ്പൊ അതല്ലേ അപമാനം? ഞാൻ അതിനെ എതിർക്കാൻ പോകല്ല കേട്ടോ. ഞാൻ EMS ഭവന പദ്ധതി എതിർക്കല്ല. പക്ഷെ EMS ഭവന പദ്ധതി വിഭാവന ചെയ്തവർ എങ്ങനെയാണ് PMAY എതിർക്കുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി എങ്ങനെ എതിർക്കുന്നത്? അതിൽ ഞാൻ നിങ്ങൾ പ്രൂവ് ചെയ്യൂ. അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയിൽ വെച്ച ഏതെങ്കിലും ഒരു PMAY അല്ല, കേരളത്തിൽ 1,00,000, ഞാൻ പറയാം, കേരളത്തിൽ വീണ്ടും പറയാം, 1,60,000 വീടുകൾ കൊടുത്തല്ലോ മുഖ്യമന്ത്രി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.